നമസ്കാരം, ഞാൻ മിനി ഡൊമിനിക് ഫ്രം പൂണോളിൽ സിൽക്സ്. ഇന്ന് നമ്മൾ വെഡ്ഡിങ് കളക്ഷൻസിൽ വെഡ്ഡിങ് ഗൗണിൽ വന്നിട്ടുള്ള കുറേ ഫാബ്രിക് ഡീറ്റെയിലിങ്ങും വെഡ്ഡിങ് ഗൗൺ നമ്മൾ എങ്ങനെ കസ്റ്റം ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളൊരു ഡീറ്റെയിലിംഗ് ഇൻഫർമേഷൻ ആയിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഗൗൺ വരുന്നത് ഇത് നമ്മൾ ഇവിടെ ചെയ്തെടുത്ത കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തെടുത്ത നമ്മുടെ ഇൻഹൗസ് പ്രൊഡക്ഷനാണിത്. ഇതിപ്പം റെഡി ടു വെയർ പോലെ നമ്മുടെ ഒരു ഇൻഹൗസ് പ്രൊഡക്ഷനാണ്. നമുക്കിത് ഓൾട്ടർ ചെയ്യാൻ പാകത്തിന് നമ്മളുടെ ഇവിടെ ഒക്കെ ഒരു രണ്ട് സൈഡിൽ നിന്നും നമുക്ക് മെറ്റീരിയലൊക്കെ ഇങ്ങനെ ലൂസ് ചെയ്ത് വിട്ടിട്ട് നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഇപ്പോൾ ഒത്തിരി റെഡിമെയ്ഡ് ഗൗൺസിനും കുറേ എൻക്വയറി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻഹൗസ് പ്രൊഡക്ഷനിൽ നമ്മൾ ചെയ്തെടുത്ത ഫാബ്രിക് ഗൗണാണിത്. ഇതിൻ്റെ നെറ്റ് വരുന്നത് നല്ലൊരു വിഡ്ത്തിലാണ്. ഇത് നന്നായിട്ട് ഫ്ലെയർ ആയിട്ട് ചെയ്തെടുത്ത ഒരു ഗൗണാണ്. ഇതുപോലുള്ള മെറ്റീരിയൽസിൻ്റെ ഈ ഒരു ഗൗൺ ചെയ്തതിലും ഈ ഒരു ഗൗണും അതെ, ഇത് പാരീസ് സാറ്റിൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ മെറ്റീരിയലിൻ്റെ ഡീറ്റെയിലിംഗ് കാണിച്ചു തരാം. ആ ഒരു മെറ്റീരിയലിൻ്റെ ഡീറ്റെയിലിംഗ് കാണിച്ചു തരാം. ഇത് നല്ലൊരു കുറച്ച് ഹെവി തിക്കായിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. കുറച്ച് വെയിറ്റൊക്കെ ആയിട്ട് നല്ലൊരു മെറ്റീരിയലാണ്. ഇതാണ് ഇന്ന് നമ്മുടെ ഫാബ്രിക്കിൻ്റെ വെഡ്ഡിങ് ഗൗൺ പോലെ ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഫാബ്രിക്കുകളുടെ ഡീറ്റെയിലിംഗ് ആണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞങ്ങളുടെ വെഡ്ഡിങ് സ്റ്റുഡിയോയുടെ അകത്തുള്ള കുറച്ച് ഫാബ്രിക്സിനെയാണ്. മെയിനായിട്ട് ഒരു ബ്രൈഡിന് ഗൗൺ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സാറ്റിനാണ് വേണ്ടത്. സാറ്റിനിൽ തന്നെ 3 ടൈപ്പ് ഓഫ് സാറ്റിൻ ഉണ്ട്. ഇത് ഗൗൺ സാറ്റിനാണ്. ഇതിൻ്റെ വിഡ്ത്ത് 54 ആണ് വിഡ്ത്ത് വരാം. ഇത് യൂസ് ചെയ്യും. പിന്നെ വിവ സാറ്റിൻ, ഇതിന് 56 വിഡ്ത്ത് വരാം. ഇത് വേറൊരു ടൈപ്പ് ഓഫ് സാറ്റിൻ. പിന്നെ നമ്മുടെ കയ്യിൽ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളത് പാരീസ് സാറ്റിൻ ആണ്. പാരീസ് സാറ്റിൻ വന്നിട്ട് 56 വിഡ്ത്ത് വരാം. കണ്ടോ, ഇതാണ് പാരീസ് സാറ്റിൻ. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 590 ആണ്. ഇതാണ് വൺ ഓഫ് ദി ബെസ്റ്റ് ഗൗൺ സാറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് പാരീസിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന സാറ്റിനാണ്. ഈ സാറ്റിൻ്റെ മേലെയാണ് നമ്മൾ ലേസ് ഒക്കെ വെച്ച് കൊടുക്കുക. മമ്മി അതൊന്ന് ഡിസൈനർ ഫാബ്രിക്സ് വെച്ച് കൊടുക്കുക. ഇതാണ് നമ്മളുടെ ഇതും ഇമ്പോർട്ടഡ് ആയി വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇത് വെരി കോസ്റ്റ്ലി ഇമ്പോർട്ടഡ് ടൈപ്പിൽ വന്നിട്ടുള്ള ഒരു ഹെവി ഫാബ്രിക്കാണ്. ഇത് വെച്ചിട്ടാണ് ഓൾമോസ്റ്റ് നമ്മളുടെ ബ്രൈഡ് എല്ലാം തന്നെ നമുക്ക് നന്നായിട്ട് ഗൗൺ ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇതെല്ലാം വൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ വെഡ്ഡിങ് ക്രിസ്ത്യൻ ബ്രൈഡൽസിന് വേണ്ടിയിട്ട് വെരി സ്പെഷ്യലായിട്ട് പൂണോളിൻ്റെ കളക്ഷൻസിൽ നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പം 6 വർഷം പൂർത്തിയാക്കുന്നു. ഈ ഓഗസ്റ്റ് 15 നമ്മൾ A to Z ഓരോ സമയത്തും നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പോയൊരു മെറ്റീരിയലാണ് വെഡ്ഡിങ് ബ്രൈഡ്സിൻ്റെ. നമ്മൾ വെരി സ്പെഷ്യലായിട്ട് തന്നെ ഞാൻ എപ്പോഴും ഓരോരോ പുതിയ ക്രിയേഷൻസൊക്കെ നമ്മൾ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഈ നെറ്റ് വരുന്നത് 120 വിഡ്ത്തിലാണ് നമ്മൾ ഈ നെറ്റ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഓൺലി സ്പെഷ്യൽ ഫോർ വെഡ്ഡിങ് ബ്രൈഡ്സ്. ഇവരുടെ ട്രയലിന് വേണ്ടിയിട്ടും ആ വെഡ്ഡിങ് ട്രയലിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വെരി സ്പെഷ്യൽ മെറ്റീരിയലാണിത്. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഒരു ഫാബ്രിക് വരുന്നത് 44 വിഡ്ത്തിലാണെങ്കിൽ നമ്മൾ ഈ നെറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഓൺലി വെരി സ്പെഷ്യൽ ഫോർ വെഡ്ഡിങ് ബ്രൈഡ്സ്. ഇത് 120 വിഡ്ത്തിലാണ് നമുക്ക് ഈ നെറ്റ് വരുന്നത്. ഓക്കെ, ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിസൈനർ ഫാബ്രിക്കാണ്. ഇത് ബ്രൈഡലിനൊക്കെ നല്ല ഭംഗിയായിരിക്കും. കണ്ടോ, ഇതിൻ്റെ പാറ്റേൺസ് കണ്ടോ, ബീഡ്സും പിന്നെ ക്രിസ്റ്റൽസും ആണ് വരുന്നത്. ഇതിനെ ഹാൻഡ് വർക്ക് ചെയ്ത് എടുക്കുമ്പോൾ ഭയങ്കര ക്ലാസ് ആയിരിക്കും. ഈ ഫ്ലയറൊക്കെ ആയിട്ട് നിൽക്കാനുള്ള ഗൗൺസിനൊക്കെ ബെസ്റ്റ് ആയിരിക്കും അത്. ഇതും ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ഫാബ്രിക്കാണ്. ഇത് ക്രിസ്റ്റൽ കട്ട് ബീഡ് ലേസാണ് വരുന്നത്. ഇതൊരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ്. ഞങ്ങൾ ലണ്ടനിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. ഇത് കണ്ടോ, ഇപ്പോൾ ഈ കൈയുടെ എവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈക്ക് ബോർഡറായിട്ട് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ബോർഡറായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഡിസൈനാണ്. ഇതൊരു പൂണോളിൽ വെഡ്ഡിങ് ഗൗണുകളുടെ പൂണോളിൽസിൻ്റെ വെഡ്ഡിങ് ഗൗണിൻ്റെ കളക്ഷൻസിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഫൈൻ ഫിനിഷിംഗ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു മെറ്റീരിയലാണ്.
ഇത് മെഷീൻ എംബ്രോയിഡറി വന്നിട്ടുള്ള ആ വർക്കിലോട്ട് ഓൾമോസ്റ്റ് ഓൾ പാർട്ടിലോട്ടും ഹൈലൈറ്റ് ചെയ്ത് ഹാൻഡ് വർക്കാണ്. സെയിം ടോണിൽ തന്നെയുള്ള ഹാൻഡ് വർക്കാണിത്. എല്ലാ മോട്ടീഫിലേക്കും ഹാൻഡ് വർക്കാണ്. ഫുള്ളി റിച്ച് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇത്. നമ്മളുടെ വെഡ്ഡിങ് ഗൗൺസ് ചെയ്തെടുക്കുമ്പോൾ, വൈറ്റ് വെഡ്ഡിങ് ഗൗൺസ് ചെയ്തെടുക്കുമ്പോൾ അത്രയും വെരി റിച്ച് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽസാണ്. ഇതിൻ്റെ നമുക്ക് എൻഡിലോട്ടൊക്കെ സ്കാലപ്പ് ഫൈൻ ഫിനിഷിംഗ് ആയിട്ടേ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അധികം എക്സ്ട്രാ ആഡ് ഓൺ വർക്കുകളൊന്നും വേണ്ട. നമുക്ക് ഫസ്റ്റ് ലെയർ ഒരു കോട്ടൺ മെറ്റീരിയൽ കൊടുക്കുക. അതിനുശേഷം ഇത് നമുക്ക് ഈ സാറ്റിൻ, ഈ പാരി സാറ്റിൻ അല്ലെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് വിവാ സാറ്റിൻ ഉണ്ട്, ഗൗൺ സാറ്റിൻ ഉണ്ട്. ഇതിപ്പോൾ ഈ ഒരു സാറ്റിൻ നമുക്ക് ഫസ്റ്റ് ഇപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ മേലോട്ടാണ് നമ്മൾ അത്ര ഫിനിഷിങ്ങിൽ ഈ ഒരു സാറ്റിൻ ചെയ്തെടുക്കുന്നത്. ഇതാണ് നമുക്കിപ്പം സ്കാലപ്പ് പോലെയൊക്കെ ചെയ്തെടുക്കാം. ഇതാ ഇങ്ങനെയൊക്കെയുള്ള ഒരു പോർഷനിലേക്ക് ഒരു ഹാഫ് ഷോൾഡർ പോലെ, അത് അത്രയും ഒരു ഫൈൻ ഫിനിഷിങ്ങിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റാവുന്ന വെരി സ്പെഷ്യൽ ആൻഡ് വെരി റയർ ആയിട്ടുള്ള ഒരു കളക്ഷൻസാണിത്. ഇത് ഞങ്ങളുടെ ഒരു പുതിയ മെറ്റീരിയലാണ്. ഇത് പേൾ ഹൈലൈറ്റ് ചെയ്തിട്ട് രണ്ട് സൈഡിലും പേൾ ഉണ്ട് കണ്ടോ. രണ്ട് സൈഡിലും പേൾസ് ഹാൻഡ് വർക്ക് ചെയ്ത് മെഷീൻ എംബ്രോയിഡറി ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനിയും ഇത് സാരിക്ക് ഉപയോഗിക്കാം. ബ്രൈഡലിൻ്റെ സാരിക്കായിരിക്കും ഏറ്റവും ഭംഗി ഉണ്ടാവുക. പിന്നെ ഗൗണൊക്കെ ചെയ്യാൻ വേണ്ടിയും ഇത് ഉപയോഗിക്കും. ഞങ്ങളുടെ വളരെ ഒരു യുണീക്കായിട്ടുള്ളൊരു പീസാണ് ഇത് കണ്ടോ. 3D എംബോസിങ് എന്നാണ് ഈ വർക്കിനെ പറയുക. ഈ വർക്ക് കുറച്ചും കൂടി ബൾജ് ഔട്ട് ആയിരിക്കും. നമുക്ക് ഇതൊക്കെ എംബ്രോയിഡറി ചെയ്ത് നേരത്ത് വളരെ നല്ലതായിരിക്കും. റോ സിൽക്കിലോ അതെയോ ഗൗൺ സാറ്റിനിലോ ഏതുമേ വേണമെങ്കിലും നമുക്കിത് എംബ്രോയിഡറി ചെയ്ത് ഡിസൈൻ ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഒരു ബ്രൈഡൽ ഡെസ്റ്റിനേഷൻ എന്നുള്ള നിലയിൽ ഞങ്ങൾ കൂടുതലും സജസ്റ്റ് ചെയ്യുക ഇങ്ങനത്തെ ഓരോരോ ലേസ് ക്രിസ്റ്റൽ ഫാബ്രിക്സ് ആയിരിക്കും. ഇതും വളരെ സ്പെഷ്യലായിട്ട് വന്നിട്ടുള്ള ഒരു ഡിസൈനർ ഫാബ്രിക്കാണ് നമ്മളുടെ. ഇത് നമ്മളുടെ പൂണോളിൻ്റെ ഒരു കളക്ഷൻസിലെ ഏറ്റവും വെരി സ്പെഷ്യലായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്. ഇത് വെരി സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഫിഷ് കട്ട് പോലെയുള്ള ഒരു വെഡ്ഡിങ് ഗൗൺ ചെയ്തെടുക്കുമ്പോൾ, കാരണം ഇതൊരു ക്രീപ്പർ പോലുള്ള ഒരു ഡിസൈനാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ. അത്ര വെരി റിച്ച് ആണ്, റിച്ച് ആൻഡ് എലഗൻറ്റ് പാറ്റേൺ ആണ്. ഡിസൈൻസ് കണ്ടോ, വളരെ സ്പെഷ്യൽ. അതെ അതെ, ഇത് ക്രിസ്റ്റൽ ആണ്. ക്രിസ്റ്റൽ വിത്ത് വൈറ്റ് ഷൈനിങ്, വൈറ്റ് സിൽവർ ഷൈനിങ് ആണ്. ആ ഒരു വൈറ്റ് ആൻഡ് സിൽവർ കോമ്പിനേഷനിൽ വന്നിട്ട് അത്ര റിച്ച് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇങ്ങനെ ഒരു ക്രീപ്പർ ഫ്ലവറിൻ്റെ പാറ്റേൺ ആണ് ഇതിന് വരുന്നത്. ഇതിൽ നമുക്കിപ്പം വെഡ്ഡിങ് ഗൗണൊക്കെ ഇട്ട് നമ്മൾ ഇങ്ങനെ സ്കിൻ ഫിറ്റായിട്ട് വന്നിട്ട് നമ്മളുടെ ആ ഒരു കുറച്ച് സ്ലിം ഫിറ്റായി വന്നിട്ട് പിന്നെ താഴോട്ട് ഒത്തിരി ഫ്ലയറായിട്ട് വന്നിട്ട് അത്തരത്തിലുള്ളൊക്കെ പാറ്റേൺസ് നമ്മളുടെ ഓരോ ക്രിയേഷൻസിലേക്ക് വരുമ്പോഴേക്കും വളരെ മനോഹരമായിട്ടുള്ള ഒരു പാറ്റേൺ ആണിത്. ഈ ഒരു ഡിസൈനർ ഫാബ്രിക്കും ഓൾമോസ്റ്റ് ഒരു 56 വിഡ്ത്ത് തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മെറ്റീരിയൽ കുറച്ച് റിച്ചാണ്. അതുപോലെ തന്നെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽസ് ആകുമ്പോൾ കുറച്ച് കോസ്റ്റ്ലിയുമാണ്. അപ്പോൾ നമുക്ക് ഇത് 56 വിഡ്ത്ത് വരുന്നത് കൊണ്ട് തന്നെ കുറച്ച് മെറ്റീരിയൽ മാത്രം യൂസ് ചെയ്തിട്ട് പ്ലെയിൻ നെറ്റ് ആഡ് ഓൺ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യാം. മെയിൻലി വരുന്ന നമ്മുടെ ഈ ഒരു സാറ്റിൻ ബേസ് ഫാബ്രിക് കൊടുത്തിട്ട് അതിലോട്ട് കൂടുതൽ പ്ലെയിൻ നെറ്റ് ആഡ് ചെയ്തിട്ട് ആ ഒരു കട്ട് ആൻഡ് പേസ്റ്റ് പോലെ ഇത്, കാരണം ഇത് ഒത്തിരി ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള മോട്ടീവ്സ് ആണ്. വളരെ സ്പെഷ്യലാണ് കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ പേളിൻ്റെ ഒരു ഷൈനിങ് നമ്മളുടെ ഇന്ത്യൻ മെയ്ഡിൽ വരുമ്പോഴേക്കും നമുക്ക് അത്ര ആ ഒരു ക്വാളിറ്റി കിട്ടത്തില്ല. ഇത് പേൾ ആൻഡ് ആ മോട്ടീഫ് വരുമ്പോഴേക്കും ആ ഒരു കട്ട് ബീഡ് ആൻഡ് പേള്, കട്ട് ബീഡ് ആൻഡ് പേളാണ് ഇത്. ആ ചെറുതായിട്ട് വന്നിരിക്കുന്നത് കട്ട് ബീഡും ഇത് വരുന്നത് ഒരു പേളാണ്. ഇത് രണ്ടും കൂടെയാണ് നമ്മളുടെ ഈ ഒരു ഷൈനിങ് ഇത്ര റിച്ച് ആകുന്നത്. ആപ്ലിക് ചെയ്തെടുക്കാനായിട്ടുള്ള ഓരോരോ പോർഷനിലേക്കും ഇതിൻ്റെ എൻഡൊക്കെ വളരെ സ്കാലപ്പൊക്കെ വന്നിട്ട് വളരെ ഫിനിഷിംഗ് ആണ്. താങ്ക് യു ഗൈസ്, താങ്ക് യു എവരി വൺ ഫോർ വാച്ചിങ് അസ്. ഇന്നത്തെ ബ്രൈഡൽ സ്റ്റുഡിയോയിൽ ഞങ്ങൾ പ്രസൻറ്റേഷൻ ചെയ്തത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബ്രൈഡൽ ഡിസൈനിങ് ചെയ്യാനായിട്ട് എല്ലാവരും കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞങ്ങളിവിടെ വീഡിയോ കോൾ ഫെസിലിറ്റി മുഖേന
ബ്രൈഡൽസിന് എല്ലാ പ്രൊഡക്ട്സും കാണിച്ചു കൊടുത്ത് അതനുസരിച്ച് കട്ട് ചെയ്ത് നിങ്ങൾക്ക് കൊറിയർ വരുന്നതായിരിക്കും. ഇല്ലാത്തവർക്ക് ഷോപ്പിൽ വരാം, ഷോപ്പിൽ വന്ന് വിസിറ്റ് ചെയ്ത് ഞങ്ങളെ പർച്ചേസ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഗൈസ്. ഹാവ് എ വണ്ടർഫുൾ ഈവനിങ്.